പെരുമ്പാവൂർ മലയിടം തുരുത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി വെറുമൊരു സാങ്കേതിക ഭൂമി തർക്കമല്ല. നമ്മുടെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം മുന്നോട്ട് വെക്കുന്നത് നിയമത്തിന് മുന്നിലെ സമത്വമാണ്. ഒരു ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിലൂടെ സ്വന്തം ഭൂമിക്കായി അവകാശം സ്ഥാപിച്ച വ്യക്തിയും തലമുറകളായി അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും ഒരുപോലെയാണ്. എന്നാൽ കള്ളപ്രചരണങ്ങൾ നടത്തുന്നവർ പൊതുസമൂഹത്തിൽ മറച്ചുവെക്കുന്ന യഥാർത്ഥ വസ്തുതകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ നാട്ടുകാർക്ക് വേണ്ടി, അവിടുത്തെ ജനവാസികൾക്ക് വേണ്ടി കോടതിയിൽ കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിലും വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതിലും അന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ ജാഗ്രതക്കുറവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കടുത്ത ഒഴിപ്പിക്കൽ ഉത്തരവ് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. മുൻ ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെച്ച ഈ വലിയ നിയമക്കുരുക്കിന്റെ ഇരകളാകേണ്ടി വന്നത് മലയിടം തുരുത്തിലെ പാവപ്പെട്ട മനുഷ്യരാണ്. രണ്ടാമതായി, കോടതി ഉത്തരവ് വന്നിട്ടും അത് നടപ്പിലാക്കാൻ വൈകിയാൽ 1971 കോണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് നിയമപ്രകാരം പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരവും അത് ഭരണകൂടത്തിന് വലിയ നിയമ പ്രശ്നമായി മാറും. എന്നാൽ ഇത്തരം കടുത്ത ഭീഷണികൾ നിലനിൽക്കുമ്പോഴും സ്വന്തം പോലീസിനോട് പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് കർശനമായ ശക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത ശക്തമായ ഒരു ജനപക്ഷ നിലപാടാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിച്ചത്. ഒരു പൗരന്റെയും ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് നിയമപാലനം എന്ന അദ്ദേഹത്തിന്റെ തീരുമാനം ഭരണഘടനയുടെ യഥാർത്ഥ മൂല്യത്തെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മൂന്നാമതായി, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിയമങ്ങൾ പൂർണ്ണമായി ലംഘിക്കാൻ ഭരണകൂടത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മറുഭാഗത്തുള്ള പൗരന്റെ അവകാശത്തെ കൂടി മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടിയന്തരമായി മേൽക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഒഴിപ്പിക്കൽ നടപടികൾക്ക് റദ്ദാക്കാനാകാത്ത വിധം 2 ആഴ്ചത്തെ സാവകാശമാണ് സർക്കാർ നേടിയെടുത്തത്. ഈ സമയത്തിനുള്ളിൽ മറുപക്ഷത്തിന് അർഹമായത് നൽകിക്കൊണ്ട് തന്നെ മലയിടം തുരുത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കുകയാണ് UDF സർക്കാരിന്റെ ലക്ഷ്യം. ഭരണാധികാരികളുടെ നിയമപരമായ ജാഗ്രത കുറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെ അപകടത്തിലാവും എന്നതിൻ്റെ വലിയൊരു പാഠമാണ് മലയിടം തുരുത്ത് വിഷയം. ഈ വിഷയത്തിൽ നിങ്ങളുടെയും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ബോധ്യങ്ങൾ, വസ്തുതകൾ നിങ്ങൾക്കും പങ്കുവെക്കാം.